എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പണ്ടൊക്കെ സിനിമ റീമേക്ക് ചെയ്തു വരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനോട് സാമ്യമുള്ള ഒരു റീമേക്കിംഗ് നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. വളരെ രസകരമായ കാര്യം, UDF ഭരണകാലത്ത് ബാർക്കോഴ, നോട്ടെണ്ണുന്ന യന്ത്രം, സംസ്ഥാന നിയമസഭ സ്തംഭിപ്പിക്കൽ, നിയമസഭയിലെ ഫർണിച്ചർ അടിച്ചൊടിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നാം മാധ്യമങ്ങളിൽ കൂടി കണ്ട് കോടതികളിൽ കൂടി കയറി ഇറങ്ങിയ ചില സംഭവങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ബാർക്കോഴ റീമേക്കായി വീണ്ടും വന്നിരിക്കുന്നു. 1000-ഓളം കേരളത്തിലെ ബാറുകളിൽ നിന്നും 2.5 ലക്ഷം രൂപ വെച്ച് പിരിക്കാൻ പറഞ്ഞു എന്നാണ് നാട്ടുകാർ പറയുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്നത്. കേൾക്കാൻ എത്ര രസകരമായ കാര്യം. കൂട്ടി നോക്കിയപ്പോൾ ഒരു അന്തവുമില്ലാത്ത അവസ്ഥ. 250 കോടിയോളം രൂപ പോക്കറ്റിൽ എത്തുമത്രേ. ഖജനാവിൽ എത്തുവാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ ചെറിയ അറിവ് വെച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബാറുകൾ IT മേഖലകളിൽ കൂടി കടന്നു വരുമ്പോൾ ഇനി ഒരേ ഒരു അഭിപ്രായം മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളിൽ കൂടി ബാർ അനുവദിച്ചിരുന്നെങ്കിൽ എന്ന്. എത്ര ഭംഗിയായേനെ. ഇപ്പോൾ തന്നെ ഭരിക്കുന്ന പാർട്ടികളിലെ അംഗങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി ചില അശ്ലീലങ്ങൾ കാണിക്കുന്ന തിരക്കിലാകുമ്പോൾ ഇനി പഞ്ചായത്തിൽ തന്നെ മദ്യശാലകൾ വരുവാൻ തുടങ്ങിയിരുന്നു എങ്കിൽ ആഗ്രഹിച്ചു പോവുകയാണ്. അവർ മദ്യപിച്ച് ലക്കുകെട്ട് അവിടെ തന്നെ കിടന്നുകൊള്ളും. അപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് ഒരു നല്ല കാര്യം കൂടി അവിടെ നടക്കുവാൻ പ്രാപ്തമായേനെ. നമുക്ക് സ്ത്രീ സുരക്ഷയാണല്ലോ ഇപ്പോൾ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ വരുന്നതും എവിടെ നിന്ന് എന്ന് നാം നോക്കിക്കാണാറുണ്ട്. അത് മാധ്യമങ്ങൾ മുറയ്ക്ക് നമുക്ക് വായിക്കുവാൻ എത്തിച്ചു തരുന്നുണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൂടി നാം കേൾക്കാറുണ്ട്. അപ്പോൾ ബാറിന് ഇപ്പോൾ പ്രസക്തിയേറിയ ഒരു കാലം അല്ലെങ്കിൽ കാലഘട്ടം. ആരാധനാലയങ്ങൾ ഒന്നും ഇനി വേണ്ട എന്ന് തന്നെ പറയാം. നാടെങ്ങും ഈശ്വരന് തുല്യമായി ബാറുകൾ വരട്ടെ. അത് പഞ്ചായത്തിൽ കൂടി ആവുമ്പോൾ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അവിടെ കൂടിയിരുന്ന് ദിവസവും ആഹ്ലാദിക്കാൻ ഒരു നിമിഷം കൈവരുന്ന കാലം വിദൂരമല്ല. രാമരാജ്യം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ബാർ രാജ്യം ആവുന്ന കാര്യത്തിലേക്ക് നമ്മുടെ നാട് കടക്കുകയാണ്. എന്തായാലും ആക്ഷേപിച്ചവരും അഭിനന്ദിച്ചവരും ഒക്കെ ഇപ്പോൾ കോഴയിലേട്ട് കടന്നിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ പുതിയൊരു പിരിവിനായി ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ട് മദ്യപന്മാർ കൊടുക്കുന്ന കാശിലേക്ക് കണ്ണുനട്ട് മുതലാളിമാരെ പിഴിയുന്ന തരത്തിലേക്ക് ഭരണകൂടം എത്തിച്ചേർന്നിരിക്കുന്നു. നാണക്കേട് സഹിക്കാൻ വയ്യാതെ മലയാളികൾ ഇപ്പോൾ മുഖം മൂടി നടക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. മുഖം മൂടി നടന്നാലും പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ മതമായി ആരോപിക്കപ്പെടും. അത് പർദ്ദയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് അവിടെയും നമുക്ക് യാതൊരു രക്ഷയുമില്ലാത്ത കാലം വന്നു ചേർന്നിരിക്കുന്നു. അഴിമതിയൊന്നും ഇപ്പോൾ ഒരു പുത്തരിയല്ല. ഇല്ലെങ്കിലേ ഉള്ളൂ അതിനകത്ത് ചില അത്ഭുതകരമായ കാര്യങ്ങൾ. വെള്ളം കുടിക്കാത്തവൻ ആണല്ല എന്ന് പറയുന്നത് പോലെ ഇച്ചിരിയൊക്കെ അഴിമതി ചെയ്തില്ലെങ്കിൽ അവനൊരു രാഷ്ട്രീയക്കാരനല്ല എന്ന് പറയേണ്ടി വരും. നാം കണ്ടുമടുത്ത ചില കാര്യങ്ങൾ റീമേക്ക് ചെയ്ത് കേരളത്തിൽ അവതരിപ്പിക്കുന്ന തിരക്കിലാണ് നമ്മുടെ ഭരണകൂടം. മദ്യപന്മാരെക്കാട്ടിയും വലിയ അഴിമതി വീരന്മാർ മദ്യപിച്ച് ചില സമ്മേളനങ്ങൾ കൂടി അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന ചില ഡയലോഗുകൾ ചിലരുടെ വാട്സാപ്പ് മെസ്സേജായി അവതരിപ്പിച്ചപ്പോൾ അത് കേരളത്തിന് പുതിയൊരു മാധ്യമ സൃഷ്ടിയായി വന്നിരിക്കുന്നു. ഇനി വാർത്തകളും ചൂട് വാർത്തകളുമായി ബാർക്കോഴ നിറഞ്ഞു നിൽക്കട്ടെ. നമുക്കൊക്കെ അത്ഭുതാവഹമായ കേസരിവാളിൻ്റെ ബാർക്കോഴയോടനുബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലെ ബാർക്കോഴയും ഇനി ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും എന്ന് തന്നെ പറയാം. മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുകയൊന്നും വേണ്ട. ചില ചേട്ടന്മാരുടെ പോക്കറ്റുകളിൽ 250 കോടി പോകുമ്പോൾ അത് ചില കുടുംബങ്ങൾക്ക് വിദേശത്തേക്ക് കടന്നു കയറാനുള്ള ഒരവസരവും കൂടി ആകും എന്ന് സ്പഷ്ടമാവുകയാണ്.
കേരളത്തിൽ ഇല്ലാതായി വരുന്ന ചില രാഷ്ട്രീയ നാടകങ്ങൾ, ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇപ്പോൾ പണം സമ്പാദിച്ച് വിദേശത്തേക്ക് കടന്നു കയറുവാനുള്ള ചട്ടക്കൂട്ടിലാണെന്ന് നമുക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കേരളം എവിടെയോ എത്തട്ടെ, നമുക്ക് രക്ഷപ്പെട്ട് വിദേശത്തേക്ക് കടക്കാം എന്നായിരിക്കും ചിലരുടെയൊക്കെ വിചാരം. പക്ഷേ ആണുങ്ങൾ കയറിയിരിക്കുന്ന ചില കസേരകൾ അത് അവരെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന രാഷ്ട്രീയം ഒന്നും ആയിരിക്കുകയില്ല, നിങ്ങൾ കാണുന്ന രാഷ്ട്രീയക്കാരും ആയിരിക്കുകയില്ല പുതിയ കേരളത്തിനെ ഭരിക്കുവാൻ പോകുന്നത്. നിങ്ങളൊക്കെ കാണാത്ത ചില പുതുമുഖങ്ങൾ, നിങ്ങളൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പുതുമുഖങ്ങൾ നിങ്ങളുടെ ഭരണകസേരയിലേക്ക് അമർന്നിരിക്കുവാൻ വളരെ താമസിയാതെ എത്തപ്പെടും. അവിടെ നിങ്ങളുടെ ഈ അഴിമതികൾ, ഈ ബാർക്കോഴകൾ, നിങ്ങളുടെ നോട്ടടി യന്ത്രങ്ങൾ, നിങ്ങളുടെ നിയമസഭ ആക്രമിക്കൽ, നിയമസഭ സ്തംഭിപ്പിക്കൽ, വിദേശ പര്യടനം, ഇതൊക്കെ പുതുതായി വരുന്ന ചില പുതുമുഖങ്ങൾ നിങ്ങളെ ജയിലഴികൾക്കുള്ളിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇങ്ങനെയൊരു കേരളവും സൃഷ്ടിക്കപ്പെട്ടിരുന്നു എങ്കിൽ ഞങ്ങൾ ജയിലറകൾക്കുള്ളിൽ ആവില്ലായിരുന്നു എന്ന്. പുതുതായി സങ്കല്പത്തോടുകൂടി, ഉദ്ദേശശുദ്ധിയോടുകൂടി കേരളത്തിൻ്റെ പുതിയ നിർമ്മാണത്തിന് സകല സ്ട്രക്ചറുകളും വരച്ചുകൊണ്ട് പുതിയ മുഖങ്ങൾ നിങ്ങളുടെ ഭരണകസേരയിൽ അമർന്നിരിക്കാൻ കാലമായതിൻ്റെ ചില സൂചനയാണ് ബാർക്കോഴയായി വീണ്ടും കേരളത്തിലെ ജനങ്ങളിലെ മുന്നിലേക്ക് വരുന്ന ചില വാർത്താ പ്രചരണങ്ങൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം, ജയ് ശ്രീറാം.